നമസ്കാരം. പരമാത്മാ സന്ദേശം ഭാഗം 141. സർവശാസ്ത്ര ശിരോമണി ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ സർവജ്ഞനായ ഈശ്വരൻ ജീവാത്മാക്കൾക്ക് നൽകുന്ന ഈശ്വരീയ ജ്ഞാനം ഇതാണ്. ഓരോ മനുഷ്യരുടെയും സുഖദുഃഖത്തിൻ്റെ കാരണം അവരവർ തന്നെ ചെയ്തു പോയതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കർമ്മങ്ങൾ തന്നെയാണ്. പാപകർമ്മങ്ങൾ ദുഃഖത്തിനും പുണ്യകർമ്മങ്ങൾ സുഖശാന്തിക്കും കാരണമായി തീരുന്നു. നാം ഓരോ ജന്മങ്ങളിലും ഈ ജന്മത്തിലും ആർക്കെല്ലാം ദുഃഖവും സുഖവും നൽകിയിട്ടുണ്ടോ അവർ തന്നെയാണ് നമ്മുടെ ജീവിത കാലയളവിൽ ഏതെങ്കിലുമൊക്കെ ബന്ധത്തിൽ വന്ന് ആ കണക്ക് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലരിലൂടെ നമുക്ക് സമാധാനവും സന്തോഷവും മറ്റു ചിലരിലൂടെ ദുഃഖവും അശാന്തിയും വേദനകളും അനുഭവപ്പെടുന്നത്. ഈ മഹത്തായ കർമ്മരഹസ്യം അറിയാത്തതുകൊണ്ട് മനുഷ്യർ സുഖത്തിൻ്റെ കാലത്ത് അത് തൻ്റെ അക്ഷീണമായ പ്രയത്നഫലമാണെന്ന് പറയുകയും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ പഴിചാരി സ്വയം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ദുഃഖം നൽകുന്നവരെയും സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്നവരെയും ഈശ്വരനല്ല നമ്മുടെ സമീപത്തേക്ക് പറഞ്ഞയക്കുന്നു. ഭൂതകാലത്തിൽ നാം ചെയ്തുപോയ കർമ്മങ്ങൾ തന്നെയാണ് സുഖം നൽകുന്നവരെയും സമാധാനം നൽകുന്നവരെയും നമ്മുടെ ജീവിത കാലഘട്ടത്തിലേക്ക് മുൻകൂറായി അയച്ചത്. അത് നമ്മുടെ കർമ്മം തന്നെയാണ്. ഭാവി കാലത്തിൽ നമ്മുടെ മുൻപിൽ വന്ന് സന്തോഷം നൽകുന്നവരെയും അശാന്തി പ്രദാനം ചെയ്യുന്നവരെയും ഇപ്പോഴത്തെ നമ്മുടെ കർമ്മത്തിലൂടെ നാം തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഓർമ്മയും നമുക്ക് വേണം. യഥാർത്ഥ അറിവുള്ളവർ ആരിൽ നിന്നും അശാന്തിയും ദുഃഖവും സ്വീകരിക്കാറില്ല. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന അറിവ് ഇല്ലാത്തതിനാലും നാം വീണ്ടും പുനർജന്മം എടുക്കുമെന്നും അത് മനുഷ്യനായി തന്നെ ജന്മമെടുത്ത് ആ കർമ്മക്കണക്ക് തീർക്കേണ്ടി വരുമെന്ന അറിവും ഇല്ലാത്തതിനാലാണ് വീണ്ടും വീണ്ടും മനസ്സിൽ തോന്നുന്നത് പോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത്. മനുഷ്യരായി നാം വീണ്ടും പുനർജന്മം എടുക്കുമെന്ന സത്യമായ അറിവ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. ആ മഹാവാക്യം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മം മൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. അല്ലയോ അർജുന, ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും തീർച്ചയായും ഉണ്ടാകുന്നതാണ്. പരിഹാരമില്ലാത്ത ഈ കാര്യത്തിൽ നീ വ്യസനിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് സർവേശ്വരൻ ജീവാത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ തീരുകയുള്ളൂ. മരിച്ചാൽ വീണ്ടും ജനിക്കുക തന്നെ വേണം. ഈ ജനന മരണത്തെ യാതൊരു വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് തടയുവാനും സാധ്യമല്ല. നാം ഏതു വിധത്തിലുള്ള കർമ്മത്തിൻ്റെ വിത്തുകളാണോ വിതച്ചത് അത് സുഖമായാലും ദുഃഖമായാലും അത് നമ്മൾ തന്നെ കൊയ്തെടുക്കേണ്ടി വരും. സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഏതൊരു വിത്താണോ നാം വിതച്ചത് അതിനി ഒരു കൊല്ലത്തിന് മുൻപോ ഒരു കൊല്ലമായാലോ അതോ ഒരു കൊല്ലത്തിന് ശേഷമോ അഥവാ എത്ര വർഷത്തിന് ശേഷമായാലും ആ കർമ്മത്തിൻ്റെ ഫലം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നെല്ലാം പറയുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പഴമൊഴിയും നാം പറയാറുണ്ട്. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി എന്ന്. അപ്പോഴും അതിലൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. കർമ്മം ചെയ്ത ആളുടെ അടുത്തേക്ക് തന്നെ കർമ്മഫലം എത്തിച്ചേരും. എന്നാൽ നാം പുണ്യകർമ്മങ്ങൾ അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. പുനർജന്മത്തെ വിശദീകരിക്കുന്ന മറ്റൊരു മഹത് വചനം ഇതാണ്. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ശയനം. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ വീണ്ടും തീർച്ചയായും ജനിക്കുക തന്നെ ചെയ്യും. പിന്നെ വീണ്ടും ജനനിയാകുന്ന അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് വീണ്ടും ജന്മം എടുക്കുന്നു. ധർമ്മമാണ് അഖിലസാരം ഊഴിയിൽ. ധർമ്മമനുസരിച്ചുള്ള കർമ്മത്തിലൂടെ സുഖവും ധർമ്മവിരുദ്ധമായ കർമ്മത്തിലൂടെ താൽക്കാലിക വിജയവും പിന്നീട് അനേക ജന്മങ്ങളിൽ ദുരിതപൂർണമായ ജന്മവും എടുക്കേണ്ടി വരുമെന്ന ശക്തമായ അറിവ് നമുക്ക് ലഭിച്ചു. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നാം പാലിച്ചാൽ ധർമ്മം തീർച്ചയായും നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും.